ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഫിഷ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. ബിരിയാണി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫിഷ് ബിരിയാണി, ദം ചെയ്തെടുക്കാതെ പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഈ ബിരിയാണി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ലെമൺ ജ്യൂസ് നല്ല പുളിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് മീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദശ കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ട്യൂണ ഫിഷാണ്, ചൂരമീൻ. അതൊരു 750 ഗ്രാം എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. മസാല എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് പിടിക്കണം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ശേഷം മാത്രമാണ് പൊരിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ചേർത്ത് ചൂടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ 2 ബാച്ചായിട്ട് പൊരിക്കേണ്ടി വരും. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ ഭാഗം സൈഡ് മറച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ എല്ലാ മീനും പൊരിച്ചെടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നെയ്ച്ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ 5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ഷാജീര, 6 ഗ്രാമ്പൂ, 4 ഏലക്കായ, 1 തക്കോലം, 1/2 ടീസ്പൂൺ കുരുമുളക്, ചെറിയ പീസ് പട്ട, 1 കറുവയില. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അങ്ങോട്ട് ചൂടാക്കി കിട്ടണം. 1 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ നെയ്ച്ചോറിന് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് സവോളയാണ്. അപ്പോൾ സവോള ഒന്ന് വഴറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കളർ ചേഞ്ച് ആവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർക്കണം. 2 കപ്പ് ബസ്മതി റൈസ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ നെയ്ച്ചോറിൻ്റെ ഒരു സ്മെല്ല് വരുന്നവരെ നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നേരത്തെ തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ്. 5 കപ്പ് തിളച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് അരിയിലേക്കാണ് ഞാൻ 5 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഒരു 18 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും. ഈ സമയം കൊണ്ട് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസ് ഏകദേശം കുക്കാവുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. ഒന്നങ്ങ് ഇളക്കിയിട്ട ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒന്നങ്ങ് ഇളക്കിയിട്ട ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് സവോള എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചേർക്കുന്നുണ്ട്. അതൊന്നങ്ങ് വറുത്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആവുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റൈസൻസും കൂടെ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വറുത്തിട്ട് കോരി മാറ്റാം. ഇത് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇതിൽ ഓയിൽ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഒരു 2 ടേബിൾ സ്പൂൺ ആവുന്ന തരത്തിൽ വെക്കുക. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 3 സവോളയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇപ്പോൾ സവോള എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, 4 പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒരു 3-4 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 3 തക്കാളിയാണ്. ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മസാലപ്പൊടികളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ആ ഒരു പച്ചമണം മാറുന്നത് വരെ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇലകളാണ്. മല്ലിയിലയും പുതിനയിലയും ഓരോരോ ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് വിനെഗറാണ്. 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് തൈര് ചേർക്കണ്ട. അപ്പം ഫിഷ് ബിരിയാണിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ നല്ലത് വിനെഗറാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുക. ഇതിൽ നിന്ന് ഞാൻ 2 കഷ്ണം മീൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി ഈ മീനിലേക്ക് എല്ലാം മസാലയും കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. മസാല ഈ മീനിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നെയ്ച്ചോറ് ഇതിൻ്റെ മേലെ കൂടെ സ്പ്രെഡാക്കി കൊടുക്കണം. ഒരു ലെയറായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല, എല്ലാം കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നെയ്ച്ചോറെല്ലാം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചോറ് നല്ല ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയും കാഷ്യൂ നട്ട്സും റൈസിൻസും എല്ലാം ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇലകളും കൂടെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ട് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇലകളെന്ന് പറഞ്ഞത് കൊറിയാണ്ടർ ലീഫും മിൻറ്റ് ലീഫും ആണ്. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. കുറച്ച് മസാലയുടെ ആ ഒരു മഞ്ഞ കളറ് കിട്ടുന്ന തരത്തിൽ വേണം ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ഇതെല്ലാം മാറ്റുവാണ്. അത് എങ്ങനെയാണോ സെർവ് ചെയ്യാൻ ഇഷ്ടം അതുപോലെ ചെയ്താൽ മതി. അപ്പം ഈ ചോറിൽ കുറച്ചൊരു മഞ്ഞ കളർ കാണുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും. ഇനി മസാലയിലുള്ള മീൻ ഞാൻ ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത മീനും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് 2 മീനിൻ്റെ ടേസ്റ്റും കൂടെ കിട്ടും. സോഫ്റ്റ് ആയിട്ടുള്ള മസാല ചേർത്തിട്ടുള്ള മീനും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള മീനിൻ്റെയും. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് അച്ചാറും ചമ്മന്തിയും നമുക്ക് സെർവ് ചെയ്യാം. ബിരിയാണിയൊക്കെ നമ്മൾ ഡെയിലി ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അപ്പോൾ സ്പെഷ്യൽ ഡേയ്സിലൊക്കെയാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് റിച്ച് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ബിരിയാണി എന്ന് പറയുമ്പോൾ കുറച്ച് ഓയിലി ആയിരിക്കുമ്പോഴാണ് കാണാനും ഭംഗി, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവുക. ഈ ഡാൽഡയ്ക്ക് പകരം ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അപ്പോൾ ഒരു പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് തന്നെ ഇത് ചെയ്തു നോക്കാം. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ ബിരിയാണി റെസിപ്പീസ് ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈസി ലഞ്ച് ബോക്സ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് റൈസ് റെസിപ്പീസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഈ ഫിഷ് ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് ചെയ്തിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പീസും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ചേർക്കുന്നുണ്ട്. ഇനി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.